ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലിവിങ് റൂം ഒന്ന് റീസെറ്റ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് പോയതും ഡിന്നറിൻ്റെയും അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിപ്പം രാവിലത്തെ വിശേഷങ്ങളാട്ടോ. അപ്പം ഇന്നിപ്പം ഇക്ക ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഒന്നും ആക്കണ്ട, ഒരു സ്മൂത്തി അടിക്കാമെന്ന് വിചാരിച്ച്. അപ്പം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്മൂത്തി ആട്ടോ അത്. ഞാൻ സ്മൂത്തി അടിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ അടിക്കാറ്, ബെറീസൊക്കെ വെച്ചിട്ട്, ബെറീസും ഓട്സും പിന്നെ അതുപോലെ പാലും കുറച്ച് ആൽമണ്ട്സൊക്കെ ഇട്ടിട്ട്. ഞാനങ്ങനെ എന്നും അങ്ങനെ സ്മൂത്തി ഒന്നും കഴിക്കുന്ന ഒരാളല്ല കേട്ടോ. ഇന്നിപ്പം ഫുഡ് ഉണ്ടാക്കാനുള്ളൊരു മടിയും പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ബെറീസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് യൂസ് ആക്കിയില്ലെങ്കിൽ കേട് വന്ന് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ സ്മൂത്തി ആക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് വെച്ചിരുന്ന ആ ഒരു സ്ഥാനത്തൊന്നുമല്ല അപ്പം നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ലിവിങ് റൂമിൽ. അപ്പോൾ അതെല്ലാം ബാക്കിയൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു ചെടികളെല്ലാം ഒരു ഡൈനിങ് ടേബിളിൽ തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എനിക്ക് മാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അതൊന്നും മാറ്റി കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം, ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ ഒരു കോർണറിലായിരുന്നു എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പൊസിഷൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പം ഈ ഒരു ടി വിയുടെ ഈ ഒരു സൈഡിലേക്ക് വെക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം നമ്മൾ മുന്നേ വെച്ചിരുന്ന സ്ഥലത്തേക്ക് നമ്മളൊരു ബെഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ബെഞ്ച് നമ്മൾ മോളുടെ റൂമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ മോളുടെ റൂമിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ സ്പേസ് വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ബെഞ്ച് എടുത്തിട്ട് നമ്മൾ ലിവിങ് റൂമിലേക്ക് മാറ്റിയിടുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ലിവിങ് റൂമിൽ കുറച്ചുകൂടി നമുക്ക് സീറ്റിങ്ങും കിട്ടും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മോളുടെ റൂമിൽ കുറച്ച് സ്പേസും കിട്ടുമെന്ന് വിചാരിച്ച്. അപ്പോൾ ബെഞ്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് അവിടെ വെക്കാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ടി വിയുടെ ഈ ഒരു സൈഡിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആകുമ്പം കുറച്ചും കൂടി നമുക്ക് സൺലൈറ്റ് വിൻഡോൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ സൺലൈറ്റും കിട്ടും. പിന്നെ നമുക്കെപ്പോഴും ടി വി കാണുമ്പോഴും നമുക്കിങ്ങനെ എപ്പോഴും ചെടികളൊക്കെ കാണാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു പൊസിഷൻ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ മാറ്റാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ചെടി എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ട് ഞാൻ ആ ഒരു സ്റ്റാൻഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് കോർണറാണ് ഇവിടെ ഇപ്പം ഇരിക്കാൻ. കാരണം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ടയേർഡൊക്കെ ആയി തോന്നുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഈ ചെടിയുടെ ഇടയിൽ ഇരിക്കുമ്പം അതൊരു പ്രത്യേക സുഖം കേട്ടോ. അങ്ങനെ ഓരോ ചെടിയിലും പുതിയ ഇലകളൊക്കെ വന്നോ നോക്കിയൊക്കെ ഇരിക്കുമ്പം അതൊരു ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്.
അപ്പോൾ എൻ്റെ ഉമ്മ എപ്പോഴും ഇങ്ങനെ പറയായിരുന്നു കേട്ടോ, നമ്മൾ കുഴിച്ചിട്ട ചെടിയിൽ പുതിയ ഇല വരുന്നതും പുതിയ പൂവ് വരുന്നതൊക്കെ നോക്കാൻ ഒരു പ്രത്യേക രസമാണെന്നുള്ളത്. പക്ഷെ അന്ന് എനിക്കതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പം എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യം കേട്ടോ. നമ്മൾ നട്ട ചെടി അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചെടിയിൽ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും വരുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ബെഞ്ച് ഇതാ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു ബ്ലൂ കളറായിരുന്നു. അപ്പോൾ അത് നമ്മളുടെ ആ ഒരു തീമിനോട് മാച്ചായി പോകുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിൻ്റെ മേലെ എൻ്റെ അടുത്തുള്ള ഒരു ബെഡ് സ്പ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷീറ്റ് ഞാൻ ഈ ഒരു സോഫേൻ്റെ മുകളിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും ആ ഒരു തീമിനോട് മാച്ചായി പോകുന്നത് പോലെ തോന്നി. പിന്നെ ബാക്കിയുള്ള 1-2 ചെടികളുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തപ്പം ആ ഒരു കോർണറും ഇപ്പോൾ കുഴപ്പമില്ലാണ്ട രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഷ്യൻസൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഇത് പെട്ടെന്ന് തീർത്തിട്ട് എനിക്ക് ഇന്ന് ഷോപ്പിങ്ങിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ലഞ്ചിന് വരുമ്പം പിന്നെ ഇക്കാൻ്റെ കൂടെ അങ്ങനെ ഷോപ്പിങ്ങിന് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഈ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ വീട് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീടിന് ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത്. കാരണം നമ്മൾ ഡെയിലി ഇങ്ങനെ എപ്പോഴും ഒരേ കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. അപ്പം ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഒന്നും മാറ്റാനില്ലെങ്കിൽ ചിലപ്പോൾ 1-2 ചട്ടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും മാറ്റി വെക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. പിന്നെ എനിക്ക് ഇവിടെ ഇക്കാൻ്റെ കാറിൻ്റെ കീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്പേസ് കൊടുക്കാമെന്ന് വിചാരിച്ച്. കാരണം എപ്പോഴും ഇങ്ങനെ നടുവിൽ വെച്ചിട്ടുള്ള ആ ഒരു സാധനത്തിൽ ഇങ്ങനെ കൂട്ടിയിടാറാണ് കീസ്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിപ്പം ഈ ഒരു എന്താ അപ്പോൾ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല, ഈ ട്രേ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ കിച്ചണിൽ എങ്ങനെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ അതെനിക്ക് തോന്നി ഇവിടെ കീസ് വെക്കാൻ അത് നല്ല ആപ്റ്റായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഷോപ്പിങ്ങിന് വന്ന്. അപ്പോൾ ഷോപ്പിങ്ങിന് വരാനുള്ള മെയിൻ കാരണം മോൾക്ക് ഡ്രസ്സ് നോക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ മോളുടെ ജീൻസ് എല്ലാം ടൈറ്റായിട്ടുണ്ടായിരുന്നു. ടൈറ്റായിട്ടും പിന്നെ അതേപോലെ തന്നെ ലെങ്ത്തെല്ലാം ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം ഒന്ന് മാറ്റാനുണ്ടായിരുന്നു. അപ്പം അവൾക്ക് കുറച്ച് ജീൻസും പാൻസും എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ അങ്ങനെ ഇക്ക ലഞ്ച് കഴിക്കാൻ വരുമ്പോൾ ഇക്കാൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ തീരുമ്പോഴേക്കും പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. പൊതുവേ എനിക്ക് മോൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഷോപ്പ് ചെയ്യൽ റെഡ് ടാഗ് എന്നാട്ടോ. എനിക്ക് റെഡ് ടാഗിലൊരു കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി സെയിലുള്ളപ്പോഴാട്ടോ ഞാൻ വാങ്ങിക്കാറ്. സെയിലുള്ളപ്പോഴൊക്കെ ഇങ്ങനെ പോയി നോക്കും. ഇതിപ്പം ഒരു സെയിലുണ്ടായിരുന്നു. അപ്പോൾ എന്നാ സെയിൽ കഴിയാമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് ഫ്രീ ആയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ച്. കാരണം പെട്ടെന്ന് പോയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല സൈസൊന്നും കിട്ടില്ല. സെയിലായതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം സൈസിൻ്റെ ഇഷ്യൂ വരുമല്ലോ. പിന്നെ ആ ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ വലിയ റഷും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ നോക്കിയെടുക്കാൻ പറ്റും. പൊതുവേ ഞാനിങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് മോളധികം എടുക്കലില്ല കേട്ടോ. അധികവും ഞാൻ മോളെക്കാൻ്റെ അടുത്താക്കിയിട്ടൊക്കെ രാത്രിയിലൊക്കെയാണ് പോവുക. കാരണം ഇപ്പോൾ തീരെ അടങ്ങിയിരിക്കില്ല കേട്ടോ. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ നടന്നതാക്കും. എനിക്ക് സമാധാനത്തിലൊന്നും നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ പിന്നാലെ നടന്നിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് നല്ലപോലെ ഒന്നും നോക്കിയെടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇന്നിപ്പം പാൻസ് എടുക്കാനായതുകൊണ്ട് പിന്നെ ഞാൻ അവളെ കൂടെ കൂട്ടി. കാരണം എനിക്ക് വെച്ച് നോക്കി ലെങ്ത്തൊക്കെ നോക്കി വേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണം അതൊന്ന് വാങ്ങിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇന്ന് കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പം ഞാനും അവൾ ഫുൾ അടിയായിരുന്നു കേട്ടോ. അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ അടിയായിരുന്നു.
ഞാൻ അധികം മോൾക്ക് ഈ സെയിലുള്ള സമയത്ത് തന്നെ കേട്ടോ ഷോപ്പ് ചെയ്യൽ. സെയിലുള്ള സമയത്ത് വാങ്ങിക്കുമ്പം കുറച്ചധികം വാങ്ങിച്ചു വെക്കുന്ന, പിന്നെ നമുക്ക് കുറേ കാലത്തിന് പിന്നെ നോക്കണ്ടല്ലോ. ചിലപ്പോൾ നമുക്ക് നല്ല വിലക്കുറവിൽ നല്ല ഡ്രസ്സുകൾ കിട്ടും. ചിലപ്പോൾ സെയിലാണെങ്കിൽ പോലും അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടാവാത്ത ഡ്രസ്സുകളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കിയിട്ട് എടുക്കുക. അല്ല ഇത് പീച്ച്. അങ്ങനെ പിന്നെ മോളുടെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ഞാൻ 1-2 ടൈപ്പ് ജീൻസും പാൻസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ തന്നെ നമുക്ക് ഹോം സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയി നോക്കിട്ടോ. അപ്പോൾ ഈ സെയിലുള്ള സമയത്ത് തന്നെയാണ് ഞാൻ വീട്ടിലേക്കുള്ള വല്ല ഡെക്കോറോ അല്ലെങ്കിൽ കിച്ചണിലേക്കുള്ള വല്ല ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സെയിലിൻ്റെ സമയത്ത് തന്നെയാണ് വാങ്ങിച്ചു വെക്കൽ. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സാധനങ്ങൾ നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടും. കാരണം അവർ ചിലപ്പോൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പം നല്ല വിലക്കുറവിൽ കിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ സെയിലൊക്കെ ഉള്ള സമയത്ത് എന്തായാലും എല്ലാ സെക്ഷനിലും ഒന്ന് പോയി നോക്കും. അത് ഈ ഒരു പ്ലേസ് മാറ്റ്സ് ഒക്കെ 5 dirhams ഉള്ളായിരുന്നു കേട്ടോ. പക്ഷേ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ 1-2 പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് 1-2 പീസ് പോരല്ലോ. അപ്പോൾ പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ച്. പിന്നെ ഇങ്ങനെ സെർവ് ചെയ്യുന്ന നല്ല നല്ല കുട്ടി കുട്ടി പാത്രങ്ങളൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ 20 dirhams അങ്ങനെയൊക്കെ വില വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തിയപ്പം ഡിന്നർ ഉണ്ടാക്കാൻ കുറച്ച് മടിയായി. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴം ഇരിക്കുന്നുണ്ട്, ബീഫും ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് എന്തായാലും രാത്രി ഡിന്നറിന് പഴംപൊരിയും ബീഫും ആക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ കേട്ടോ. ചിലപ്പോൾ ഒരുപാട് പേർക്കൊന്നും അങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടം ഉണ്ടാവില്ല, കേൾക്കുമ്പോൾ അയ്യേ എന്ന് പറയും. പക്ഷേ എന്നാലും കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ഒരു കോമ്പിനേഷൻ പഴംപൊരി ബീഫ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മധുരവും എരിവും ഒക്കെ വരുന്ന ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണ്. പിന്നെ പോരാത്തതിന് ഒരുപാട് പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയെങ്കിലൊക്കെ തീർക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കിയാലേ പറ്റുള്ളായിരുന്നു. അപ്പം അങ്ങനെ ബീഫ് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പഴംപൊരിക്കുള്ള ബാറ്റർ ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ മൈദപ്പൊടിയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കൽ. മൈദപ്പൊടി കൂടുതലെടുക്കും, അരിപ്പൊടി കുറച്ച് കുറവെടുക്കും, ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് വെക്കുക. ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്, ആ ഒരു ഒന്ന് പൊങ്ങി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കണമെന്ന് ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. സാധാ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് സാധാ ഒരു പഴംപൊരി ഉണ്ടാക്കുന്നത്. പിന്നെ നല്ല പഫി ആയിട്ട് കിട്ടാൻ വേണ്ടി ചിലരൊക്കെ ദോശമാവൊക്കെ ചേർക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചേർക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുന്നുള്ളൂ.
ബീഫ് റോസ്റ്റിന് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നാട്ടിൽ നിന്ന് ബീഫെല്ലാം കുക്ക് ചെയ്ത് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളി വഴറ്റിയിട്ട് ഒന്ന് മസാല ആക്കിയിട്ട് ആ ഒരു ബീഫ് ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ പണി ചെയ്യുമായിരുന്നു. നാട്ടിൽ നിന്ന് നിൽക്കാൻ്റെ ഉമ്മ നമ്മൾ വരുന്ന സമയത്ത് ഉണ്ടാക്കി തന്നതായിരുന്നു. അപ്പോൾ അതുള്ളതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമുക്കിങ്ങനെ മടിയുള്ള ദിവസമോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തിരക്കുള്ള ദിവസമൊക്കെ നമുക്ക് പെട്ടെന്ന് ഫുഡാക്കാൻ അത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. പിന്നെ ഇപ്പം പഴംപൊരി ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ പഴമൊക്കെ ഓൾറെഡി കുറച്ച് പഴുത്ത് ഇങ്ങനെ തൊലിയൊക്കെ കറുത്തിട്ടുണ്ടായിരുന്നു. കാരണം നാട്ടിൽ നിന്ന് പെട്ടിയിലിട്ട് കൊണ്ടുവന്നുകൊണ്ട് തന്നെ തൊലിയൊക്കെ വേഗം കറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വലിയ പഴുപ്പും ഇങ്ങനെ ഓവർ പഴുത്തിട്ടും ഇല്ല, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. അപ്പം കുറച്ച് കറുത്ത ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഡിന്നർ റെഡിയായി. ഒരു വെറൈറ്റി ഡിന്നർ, നമ്മളെന്നും കഴിക്കുന്നതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിന്നർ. അപ്പം ഇങ്ങനെ ആരെങ്കിലും കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചിലപ്പം ഇഷ്ടമാവും, ചിലപ്പോൾ ഇഷ്ടമാവില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പം എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം ഇക്കയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഇക്കാക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് പിന്നെ നമുക്ക് പഴംപൊരിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നതിൽ നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ഒരു മധുരം ആ ഒരു എരിവും എല്ലാം വരുമ്പം ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മളിപ്പോൾ കുറേ ഇങ്ങനത്തെ കോമ്പിനേഷൻസൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.